എഫ് മന്ത്രിസഭയിലെ വനിതാ മന്ത്രിയായ ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ തുളസിയും ഒക്കെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിനെ വലിയ വിവാദമാക്കുകയാണ് ചില കേന്ദ്രങ്ങൾ. ഇത് ചില മുസ്ലിം കേന്ദ്രങ്ങളാണ്, ന്യൂനപക്ഷ കേന്ദ്രങ്ങളാണ്, അതേപോലെ തന്നെ CPM അനുകൂലിക്കുന്നവർ കൂടിയാണ്. അവരുടെ ഒരു പ്രചരണത്തിന് തന്ത്രം എന്ന് പറയുന്നത് UDF മുസ്ലിം അനുകൂല വോട്ട് വാങ്ങിയ UDF മുസ്ലിം വിരുദ്ധനായ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉയർത്താനാണ് അവർ ശ്രമിക്കുന്നത്. സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ മുസ്ലിം വിരുദ്ധനാണോ, അല്ലെങ്കിൽ മുസ്ലിം അനുകൂല സമീപനം മാത്രമാണോ UDF ഉണ്ടായിരുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. ഏതായാലും കേരളത്തിൽ വളരെ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന വളർന്നിരിക്കുന്ന വർഗീയതയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് വെള്ളാപ്പള്ളി നടേശനെ ബിന്ദു കൃഷ്ണ പോയി കണ്ടാൽ എന്താണ് തെറ്റ്? വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ഏതെങ്കിലും ഒരു മന്ത്രി പോയി ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രി പോയി കണ്ടാൽ അതിലെന്താണ് തെറ്റ്? അപ്പം മാർത്തോമാ സഭയുടെ ആളുകളെയും അതേപോലെ തന്നെ ലത്തീൻ സഭയുടെ ആളുകളെയും ഓർത്തഡോക്സ് സഭയുടെ ആളുകളെയും യാക്കോബ സഭയുടെ ആളുകളെയൊക്കെ പോയി കണ്ടാൽ അതിൽ തെറ്റില്ലേ? പാണക്കാട് തങ്ങളെ പോയാൽ കണ്ടാൽ തെറ്റില്ല. പക്ഷേ ഹിന്ദു സംഘടനാ നേതാക്കളെ, അവർ ഹിന്ദു എന്ന് പോലും പറയാത്ത NSSന്റെയും SNDPയുടെയും നേതാക്കളെ പോയി കാണുമ്പോൾ തന്നെ ചിലർക്ക് വിരളി പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവർ പറയുന്നത് കേരളത്തിലെ VD സതീശൻ സർക്കാരിനെ എല്ലാം ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നു. പക്ഷേ ഇതിന്റെ പിറകിൽ UDF അല്ല എന്ന് വ്യക്തമാണ്. ഒന്നുകിൽ UDFനെ അനുകൂലിക്കുന്ന മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ LDFനെ അനുകൂലിക്കുന്ന മുസ്ലിം വിഭാഗം, ഇവരാണ് ഈ പ്രചരണം നടത്തുന്നത്. സത്യത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ LDF അവരുടെ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കണ്ണൂർ ജില്ലയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ് UDFനെ വിജയിപ്പിച്ചത്, മതത്തിന്റെ പേരിലാണ് വോട്ട് ചോദിച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതേ സമയത്ത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന CPMന്റെ മുൻ മന്ത്രി, അദ്ദേഹം വന്ദേ മാതരം പോലും പാടുന്നതിനെ എതിർക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം വന്ദേ മാതരം പാടുന്നതിനെ എതിർക്കുന്നത്? കോൺഗ്രസ് 1896 തന്നെ രവീന്ദ്രനാഥ ടാഗോറാണ് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ, ദേശീയ സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം പാടിയത്. അപ്പൊ ആ വന്ദേ മാതരത്തോട് എന്തിനാണ് വിരോധം കാണിക്കുന്നത് മുഹമ്മദ് റിയാസ്? ആ കാണിക്കുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം 1947 ഇന്ത്യ വിഭജിച്ച് പോയത് തങ്ങൾക്ക് പ്രത്യേകമായ തങ്ങളുടെ മതം പരിരക്ഷിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ ആളുകളാണ്. അതേ ആളുകളാണ് മുമ്പ് എപ്പോഴെങ്കിലും വന്ദേ മാതരത്തെ എതിർത്തിരുന്നത്, അല്ലാതെ ആരും വന്ദേ മാതരത്തെ എതിർത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ദ്വിരാഷ്ട്രവാദത്തിന്റെ ആളുകൾ ഇപ്പോഴും, അവരുടെ രക്തം സിരകളിൽ ഒഴുകുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗത്ത് CPM ഇപ്പോഴും ചെയ്യുന്നത് അവർ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഇപ്പോഴും മുസ്ലിം വർഗീയതയെ പ്രീണിപ്പിക്കാനാണ്. കാരണം മുസ്ലിം വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്, അതേ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമേ തങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് LDF എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് അവർ മുസ്ലിം വർഗീയതയെ വിമർശിക്കുന്നു, മുസ്ലിം വർഗീയതയാണ് മുസ്ലിം വർഗീയത എന്ന് പറയുന്നില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണ്, SDP ആണ് തങ്ങളെ പരാജയപ്പെടുത്തിയത് എന്നൊക്കെ CPMകാർ പറയുന്നുണ്ട്. പക്ഷേ ഈ CPMന്റെ ഭരണകൂടമാണ് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇത്രമാത്രം പ്രീണിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രമുഖമായ സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. രാഷ്ട്രീയ സംഘടന എന്നതിൽ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗായിട്ട് ഏറ്റവും അധികം ഐക്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ഇടക്കാലത്ത് CPMും മുസ്ലിം ലീഗായിട്ട് ശക്തി ഉണ്ടാക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഇത്രമാത്രം വർഗീയ പ്രീണനം നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പറയേണ്ടത്. കാരണം അതിനേക്കാൾ കൂടുതൽ വർഗീയ പ്രീണനം നടത്തുകയാണ് CPM ചെയ്തത്. താത്വികമായിട്ട് അല്ലെങ്കിൽ ആശയപരമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ അന്താരാഷ്ട്രമായ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് ആശയപരമായ ഒരു ഐക്യപ്പെടൽ നടത്തുകയാണ്, അതിന് പിന്തുണ നൽകുകയാണ് CPM സത്യത്തിൽ ചെയ്തത്. നമുക്കറിയാം, കേരളത്തിലാണ് 1921 ഏറ്റവും രൂക്ഷമായ ഹിന്ദു വിരുദ്ധ കലാപം നടന്നത്. അങ്ങനെയാണ് അംബേദ്കർ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞത്. കാരണം ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കശാപ്പ് ചെയ്തു. ഇപ്പം നിങ്ങൾ ഗുജറാത്ത് കലാപത്തിൽ ഇല്ലാത്ത ഗർഭിണിയെ കൊന്നു എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയ സമയത്ത് കേരളത്തിലെ
മലപ്പുറം മാപ്പിള ലഹളക്കാലത്ത്, അന്ന് മലപ്പുറം ജില്ല വന്നില്ല, മാപ്പിള ലഹളക്കാലത്ത് ഗർഭിണിയായ സ്ത്രീയെ കൊന്ന കഥയുണ്ട്. നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത് നിരവധി പേരെ മതം മാറ്റിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് കോഴിക്കോടെ കൊഴിയെത്തിയത്. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ BJP-ക്കാരല്ല, BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ചരിത്രമുള്ള ആ ഒരു മാപ്പിള ലഹളയിലെ കലാപകാരികൾക്ക് പെൻഷൻ കൊടുക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. അതേപോലെ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ല വിഭജിച്ചു കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പാവപ്പെട്ട, അതായത് പിന്നോക്കം നിൽക്കുന്ന, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് സംവരണം കൊടുക്കേണ്ടത്, മതത്തിന്റെ പേരിലല്ല. അപ്പം ഈ സംവരണം എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടുന്നത്? അവിടെ എവിടെയാണ് ജാതീയതയുള്ളത്? അപ്പം അത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ കുറച്ച് മുസ്ലിങ്ങളിലെ മാപ്പിള എന്ന് പറഞ്ഞ് 95% OBC വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ എങ്ങനെയാണ് OBC-യിൽ പെടുന്നത്? അപ്പം ഇത് കേരളത്തിലെ LDF-ഉം UDF-ഉം ചെയ്ത് നടത്തിയ വർഗീയ പ്രീണനത്തിന്റെ ഫലമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള പിന്നോക്കക്കാർക്ക് അവകാശം കിട്ടാത്തത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് OBC സംവരണം കൊടുത്തത് ആരാണ്? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വർഗീയ പ്രീണനമാണ് കേരളത്തിലെ ഇരു മുന്നണികളും നടത്തിയിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. അതിൽ ഏറ്റവും അധികം നടത്തിയിരിക്കുന്നത് LDF ആണ്. പലസ്തീന്റെ പേരിൽ എത്രമാത്രം ബഹളങ്ങളാണ് ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ സമയത്ത് എത്ര മനുഷ്യാവകാശ ലംഘനങ്ങൾ ടിബറ്റിൽ നടന്നു. അന്ന് ആരെങ്കിലുമൊക്കെ പ്രകടനം നടത്തിയിരുന്നു. നൈജീരിയയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നില്ലേ? ലെബനനിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നില്ലേ? ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തിയില്ല. അന്നൊന്നും പ്രതിഷേധിക്കാത്ത ആളുകൾ പലസ്തീന്റെ പേരിൽ മാത്രം ബഹളം ഉണ്ടാക്കുന്നത്. കേരളത്തിൽ റാലി നടത്തിയത് CPM-ഉം മുസ്ലിം സംഘടനകളുമാണ്. കാരണം അത് വർഗീയമായ ചേരിതിരിവിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ലോകത്ത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാടണം. അവരത് ചെയ്യുന്നില്ല. അപ്പം വോട്ടിന് വേണ്ടിയാണ് CPM ഇതുവരെ ചെയ്തിരുന്നത്. ഏറ്റവും അധികം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികളായിട്ടുള്ള സംഘടനകളെ ഏറ്റവും അധികം കൂട്ടുപിടിച്ചത് CPM ആണ്. അപ്പൊ അവർക്ക് പക്ഷേ അത് നിലനിർത്താൻ കഴിയുന്നില്ല. നമുക്കറിയാം, മുസ്ലിം വർഗീയത അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവര് ശ്രമിച്ചത് കൊണ്ടാണ് 2016-ൽ CPM-ന് അധികാരത്തിലേറാൻ കഴിഞ്ഞത്. പക്ഷേ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അവർ ആർക്ക് വോട്ട് ചെയ്യാണ്? അവർ UDF-ന് വോട്ട് ചെയ്യാണ്. വീണ്ടും 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ CPM-ന് വോട്ട് ചെയ്യുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യുന്നു. അപ്പോൾ തരാതരം നോക്കി അവർ ആളുകൾക്ക് എങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടത് അങ്ങനെ വോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത് ശരത്ചന്ദ്ര പ്രസാദ് പോലും പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു MA യൂസഫ് അലി മഹല്ല് കമ്മിറ്റി വഴിയാണ് അദ്ദേഹം BJP-യെ തോൽപ്പിക്കാൻ മുസ്ലിങ്ങളൊക്കെ CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ BJP ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് ആരോപിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സ് ആണ്. പക്ഷേ അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം മുസ്ലിങ്ങളിലെ പലരെയും മഹല്ല് കമ്മിറ്റി വഴി സ്വാധീനിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് BJP-യെ തോൽപ്പിക്കാൻ CPM-ന് വോട്ട് ചെയ്യണം എന്ന് MA യൂസഫ് അലി പോലുള്ള ആളുകൾ പറഞ്ഞു എന്ന് ശരത്ചന്ദ്ര പ്രസാദ് ആരോപിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാവിധത്തിലുള്ള വർഗീയതയും, ഇപ്പോൾ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി വന്നു, അത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തി. ഭരണഘടനയിലെ 370-ാം വകുപ്പ്, കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കുന്ന ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയ സമയത്ത് അവർ പ്രതിഷേധം നടത്തി. അതേ സമയത്ത് പലസ്തീന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്ന ആളുകളെ ആരെങ്കിലും ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ സമയത്ത് പരസ്യമായിട്ട് അവർക്കെതിരെ പ്രകടനം നടത്തിയിരുന്നു. ആരും നടത്തിയില്ല. അപ്പൊ ഇവിടെ തങ്ങളുടെ രാജ്യത്തെക്കാൾ വലുത് തങ്ങളുടെ മതമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ആ വർഗീയ പ്രീണനം, അവരെ അനുകൂലിക്കുന്ന നിലപാടാണ് LDF കൈക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പക്ഷെ അതിൽ തിരിച്ചടി പറ്റി അവരെക്കാൾ വർഗീയത UDF കാണിച്ച സമയത്ത് മുസ്ലിം വോട്ടൊക്കെ UDF-ന് കിട്ടി. ആ UDF-ൽ നിന്ന് കിട്ടിയ മുസ്ലിം വോട്ട് തിരിച്ചു വന്നാലേ തങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ എന്നാണ് LDF കരുതുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് KK രാഗേഷിനെ പോലുള്ള ആളുകൾ മുസ്ലിം വർഗീയതയെ തള്ളിപ്പറയുമ്പോഴും മറുഭാഗത്ത് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാപകമായ തോതിൽ VD സതീശൻ RSS ക്യാമ്പിലെത്തി എന്നൊക്കെയാണ് അവരെ പ്രചരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കിട്ടാനാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ആളുകളെ കാണാൻ പോലും ഒരു MLA-യും മന്ത്രിയും പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ഹിന്ദുക്കളുടെയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് നേരത്തെ മുസ്ലിം സംഘടനകളൊക്കെ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവർ സംവരണ മുന്നണിയൊക്കെ ഉണ്ടാക്കിയത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളുടെ കൂടി ആയിരുന്നില്ലേ? വെള്ളാപ്പള്ളി നടേശനാണ് MES-ന്റെയും അതേപോലുള്ള മുസ്ലിം സംഘടനകളുടെയും കൂടെ സംവരണ മുന്നണി ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്?
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% EWF സംവരണം പ്രഖ്യാപിച്ചു. അപ്പോൾ അതോടുകൂടി ആ സംവരണം തമ്മിലുള്ള തർക്കം തന്നെ തീർന്നിരിക്കുകയാണ് അതിനകത്ത്. അപ്പം NSSും SNDPക്കും തമ്മിൽ തർക്കമില്ല. ആ സമയത്താണ് NSSനെയും SNDPയെയും തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ഒരു ഭീകരരാക്കി ചിത്രീകരിക്കാനൊക്കെ മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് ബിന്ദു കൃഷ്ണ പോയാൽ എന്താണ് തെറ്റ്? വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളുടെ എത്രയോ പരിപാടികളിൽ വന്നതല്ലേ, സംവരണ മുന്നണിയുടെ പരിപാടികൾ വന്ന ആളല്ലേ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷലിപ്തമായ പ്രചരണങ്ങളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ CPM ആണ്. അവർക്ക് മുസ്ലിം വോട്ടുകൾ, അതായത് UDFിലേക്ക് തിരിച്ചു പോയ മുസ്ലിം വോട്ട് തിരിച്ചു വന്നാലേ LDFിൽ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. വളരെ അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് CPM പോകുന്നത്. ഒരിക്കലും CPMന് ഇനി മുസ്ലിം വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല. അവർ ശക്തമായിട്ട് UDFിൻ്റെ കൂടെ നിൽക്കുകയെ ചെയ്യൂ. നിങ്ങൾക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനേ പറ്റൂ. ഇനി മുസ്ലിങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു CPM ചെയ്യേണ്ടത് ജനകീയ പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് UDF സർക്കാരിൻ്റെ നയപരിപാടികളെ എതിർക്കണം. അല്ലാതെ UDF സർക്കാർ അത് ഹിന്ദു വർഗീയതയ്ക്ക് കീഴടങ്ങുകയാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി കേരളത്തെ കൂടുതൽ വിഷലിപ്തമാക്കാതിരിക്കാനാണ് LDFും അവരുടെ കൂട്ടാളികളും ശ്രമിക്കേണ്ടത്.